ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം തിരുവല്ല കോടതിയിലാണ് ഇത് സംബന്ധിച്ച അപേക്ഷ നൽകുക. 7 ദിവസത്തെ കസ്റ്റഡി ആവശ്യമായിരിക്കും ഉന്നയിക്കുക എന്നതാണ് വിവരം. രാഹുലിനെ എത്തിച്ച വിശദമായ തെളിവെടുപ്പിനാണ് നീക്കം. അതോടൊപ്പം തന്നെ രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം നടത്തേണ്ടതില്ല എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. രാഹുലിനെ അയോഗ്യനാക്കാനുള്ള നടപടികൾ നിയമസഭയിൽ ആരംഭിച്ചേക്കും എന്ന സൂചനകളുമുണ്ട്. ഇതിനിടയിലായിരുന്നു അതിജീവിതയ്ക്ക് നേരെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പുതിയ ഭീഷണിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ സന്ദേശങ്ങൾ, അതായത് വാട്സപ്പിലൂടെയും മറ്റും രാഹുൽ മാങ്കൂട്ടം അതിജീവിതയ്ക്ക് അയച്ച സന്ദേശത്തിന്റെ ഉള്ളടക്കം കൂടി ന്യൂസ് 18 ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർ കാണുന്നതാണ്, അതായത് രാഹുൽ മാങ്കൂട്ടം ഈ അതിജീവിതയ്ക്ക് അയച്ച സ്ക്രീൻഷോട്ടിന്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. എന്തൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടം ഇതിലൂടെ പറഞ്ഞു വെച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. രാഹുൽ മാങ്കൂട്ടം പ്രധാനമായും ഉന്നയിച്ച ആരോപണങ്ങൾ എന്തൊക്കെ എന്നത് തന്നെയാണ് നമ്മൾ ആദ്യമേ വിശദമായി പരിശോധിക്കുന്നത്. അതായത് പരാതിക്കാരിക്ക് രാഹുൽ മാങ്കൂട്ടം അയച്ച ഭീഷണി, അതായത് ആ ഭീഷണിയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. വലിയ തോതിൽ ഉള്ള ഭീഷണിപ്പെടുത്തുന്ന സന്ദേശം തന്നെയാണ് യുവതിക്ക് അയച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സന്ദേശത്തിന്റെ ഉള്ളടക്കമാണ് ന്യൂസ് 18 ലഭിച്ചിട്ടുള്ളത്. അതായത് തനിക്കും കുടുംബത്തിനുമെതിരെ നിൽക്കരുത് എന്ന മുന്നറിയിപ്പാണ് രാഹുൽ മാങ്കൂട്ടം നൽകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയോ അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുടുംബത്തിന് എതിരെയോ നിൽക്കരുത് എന്ന് ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്നു ഈ സന്ദേശത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചു നൽകുന്നതായിരിക്കും, തിരിച്ചു കൊടുക്കുന്നതായിരിക്കും എന്നതാണ് രാഹുൽ മാങ്കൂട്ടം ഈ വാട്സപ്പ് ചാറ്റിലൂടെ അതിജീവിതയോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണിയും തൻ്റെ അടുക്കൽ വേണ്ട എന്ന കൃത്യമായൊരു സന്ദേശം യുവതിക്ക് നൽകി തനിക്കും കുടുംബത്തിനുമെതിരെ നിൽക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ നിന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കും എന്നതായിരുന്നു. അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ടതില്ല, തന്നെ പേടിപ്പിക്കാൻ നോക്കേണ്ടതില്ല, എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കിയായി താൻ ചെയ്യും എന്ന തരത്തിലുള്ള കൃത്യമായ ഒരു ഭീഷണി സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. നമ്മൾ കേട്ടതാണ്. ആദ്യ അതിജീവിത പരാതിയുമായി വന്ന ഘട്ടത്തിലടക്കം അതിജീവിതയ്ക്ക് നിന്നെ തീർക്കാനാണ് എങ്കിൽ അതൊക്കെ നിസ്സാരമല്ലേ എന്ന തരത്തിൽ പേടിപ്പിക്കുന്ന ഭീഷണിപ്പെടുത്തുന്ന ഒരു സന്ദേശം നമ്മൾ കേട്ടതാണ്. എങ്കിൽ സമാന സ്വഭാവമുള്ള ഭീഷണിപ്പെടുത്തൽ തന്നെയാണ് ഈ അതിജീവിതയ്ക്ക് നേരെയും രാഹുൽ ഉന്നയിക്കുന്നത് എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനും ഒരുക്കമാണ് എന്ന മട്ടിൽ ഉള്ള പ്രതികരണമാണ് രാഹുൽ മാങ്കൂട്ട ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി മറ്റു പ്രതികരണങ്ങൾ കൂടിയുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടം വലിയ ആത്മവിശ്വാസത്തോടു കൂടി ഈ വിഷയത്തെ നോക്കിക്കാണുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതിയിൽ വന്നാൽ എന്തായിരിക്കും സാഹചര്യം എന്നത് അറിയാമല്ലോ എന്ന ചോദ്യം രാഹുൽ മാങ്കൂട്ടം ഈ അതിജീവിതയോട് ഉന്നയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ്, അതായത് നിലവിൽ തനിക്ക് നേരെ ഒരു പരാതി ഉണ്ടായതിനു ശേഷമുള്ള സന്ദേശം എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കോടതിയിൽ വരുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ, ആളുകളുമായി വീട്ടിൽ വരും എന്ന ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ട്. അങ്ങനെയെങ്കിൽ താനും തിരിച്ചു വരും എന്നതാണ്. ഇപ്പോൾ താൻ എല്ലാത്തിൻ്റെയും എക്സ്ട്രീമിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത്തരത്തിലുള്ള ഒരു ഭീഷണി നേരത്തെ ആയിരുന്നുവെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കാമായിരുന്നു. ഇനി അങ്ങനെയുള്ള ഭീഷണിക്കൊന്നും വഴങ്ങില്ല, തന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ടതില്ല. ഏത് നാണയത്തിലാണോ ഇങ്ങോട്ടേക്ക് വരുന്നത് അതേ നാണയത്തിൽ തിരിച്ചടിക്കും. ഇങ്ങനെയുള്ള അങ്ങേയറ്റം ഭീഷണിപ്പെടുത്തുന്ന സന്ദേശം തന്നെയാണ് വാട്സപ്പ് ചാറ്റിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിക്ക് അയച്ചു നൽകിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി പങ്കുവയ്ക്കാനുള്ളത്. ഡാൻ കുര്യനാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനിത, ഈ ഭീഷണി സന്ദേശത്തിന്റെ ഉള്ളടക്കമാണ് നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞു വെച്ചത്. കൃത്യമായ ഭീഷണി, അതായത് എങ്ങനെ രംഗത്ത് വന്നാലും ഞാൻ അതിനെ നേരിടുക തന്നെ ചെയ്യും. നീ കുറച്ച് ആളുകളുമായി വന്നാൽ അതുപോലെ നിന്റെ വീട്ടിലേക്ക് ആളുകളുമായി ഞാൻ വരും. ഏത് തരത്തിലാണോ എന്നെ ഭയപ്പെടുത്താൻ നോക്കുന്നത് ആ രീതിയിൽ ഭയപ്പെടുത്തും. അതായത് ഒരു പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ച ശേഷം അതൊരു പരാതിയായി ഉയർന്നു വരുമ്പോൾ അതിനെ നേരിടുന്ന ഭാഷയാണ്, ഒരു MLA യുടെ ഭാഷയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഡാൻ, കഴിഞ്ഞ നവംബർ മാസത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ചാറ്റുകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം
പരാതി നൽകിയ യുവതിയുടെ ശബ്ദ സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും അത് വാർത്തയാകുകയും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് രാഹുലിനുമായുള്ള ബന്ധത്തിൽ സംശയം തോന്നുകയും യുവതി രാഹുലിനെ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്യുന്നത് വിദേശത്ത് നിന്ന്. അപ്പോൾ രാഹുൽ അതിന് നൽകിയ മറുപടി അത് തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയാണ്, രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ്. അതിനുള്ള തെളിവ് തന്റെ പക്കലുണ്ട്, നാട്ടിൽ നേരിട്ട് വരികയാണെങ്കിൽ കാണിക്കാമെന്നും യുവതിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നു. അതിൻ പ്രകാരം യുവതി നാട്ടിലെത്തുന്നു. തുടർന്ന് പാലക്കാട് MLA ആയ രാഹുലിനെ കാണാൻ പാലക്കാട്ടേക്ക് എത്തുകയാണ്. പാലക്കാടെത്തി രാഹുലിനെ തുടർച്ചയായി ഫോണിൽ വിളിക്കുമ്പോഴും ഒരു തരത്തിലുള്ള പ്രതികരണവുമില്ല. രാഹുലിൻ്റെ സുഹൃത്തുക്കളെ സഹായികളെ വിളിക്കുമ്പോൾ അവിടെ നിന്നും പ്രതികരണങ്ങളില്ല. അങ്ങനെ ക്ഷുഭിതയായി യുവതി തിരികെ പോരുന്നു. അതിനുശേഷം നടത്തിയ ചാറ്റിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് അവിടെ മുതൽ ഇവർക്ക് അപകടം മണത്തിരുന്നു, ചതിക്കപ്പെടുകയാണ് താനെന്ന് അപകടം മണത്തിരുന്നു. അങ്ങനെയാണ് ഈ വിവരങ്ങളെല്ലാം ഡിസപ്പിയറിംഗ് മെസ്സേജസ് അടക്കം താൻ സേവ് ചെയ്ത് സൂക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അങ്ങനെയാണ് എന്നാണ് അന്വേഷണ സംഘത്തോട് യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ കൃത്യമായി ഏത് തരത്തിലാണ്, അതായത് പരാതിയുമായി ഈ യുവതി മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുന്ന ഈ യുവതിയെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച തന്ത്രങ്ങളാണ് കൃത്യമായി ആ ചാറ്റിൽ വ്യക്തമാക്കുന്നത്. അതായത് താൻ ആളുകളെയും കൂട്ടി കുടുംബത്തിൽ വരും, അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് നീ മാത്രമാകില്ല, നിന്റെ കുടുംബവും കൂടി ആയിരിക്കും, സഹോദരിയുടെ വിവാഹബന്ധത്തെ തകർക്കും, അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ അവരുടെ ആരോഗ്യനില ആശങ്കാജനകമാവും. അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഭീഷണിയുടെ സ്വരമുയർത്തിക്കൊണ്ടുള്ള ചാറ്റുകളുണ്ട്. അതിൻ്റെ ഡിജിറ്റൽ തെളിവുകളടക്കം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഗുരുതരമായ പരാമർശങ്ങൾ അടങ്ങുന്ന ഡിജിറ്റൽ തെളിവുകൾ ഈ യുവതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. ഇതടക്കം ആദ്യം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഒരു വിട്ടുവീഴ്ച രാഹുലിൻ്റെ കാര്യത്തിൽ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന AIG G പൂങ്കുഴലി എത്തുകയും കടുത്ത നീക്കത്തിലേക്ക് കടക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനമെടുക്കുകയും ചെയ്തത്. എന്തായാലും പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് ഈ 3 കേസുകളിലും, അതായത് ഇതിനോടകം നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലെത്തിയിരിക്കുന്ന 3 പരാതികളിലും ഒരേ രീതിയിലാണ് ഇവരെ വേട്ടയാടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചത് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 3 കേസുകളും ഒരുപോലെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പ്രോസിക്യൂഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 21-ാം തീയതി ഹൈക്കോടതി ആദ്യ കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ്. അവിടെ വാദമുഖങ്ങൾ ഉയർത്തുമ്പോൾ ഇരു കൂടി കക്ഷി ചേർന്നിരിക്കുന്ന സാഹചര്യമുണ്ട്, പരാതിക്കാരി കൂടി കക്ഷി ചേർന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. ആ പ്രോസിക്യൂഷൻ അപ്പോൾ അവിടെ ഉയർത്തുന്ന വാദങ്ങൾ 3 കേസിലും ഒരേപോലെ ഇരകളെ ഭീഷണിപ്പെടുത്താനുള്ള നീക്കം രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. കുഞ്ഞു വേണമെന്ന ഒരേ വാചകമാണ് 3 പേരുടെ അടുത്തും രാഹുൽ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ 2 കേസുകളിൽ മാത്രമേ ഗർഭചിത്രം നടന്നിട്ടുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം ശേഖരിച്ചിരിക്കുന്ന തെളിവുകൾ, 3ാമത്തെ കേസിൽ ഈ DNA സാമ്പിൾ ശേഖരിക്കുന്നതിനായി ഒരു വിദേശ ഏജൻസി രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ച ഇമെയിൽ വിവരങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന. അതോടൊപ്പം തിരുവല്ലയിൽ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് തിരുവല്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിലെ രജിസ്റ്ററിൽ നിന്ന് ഈ യുവതിയുടെ പേരിനൊപ്പം രാഹുൽ BR എന്നുകൂടി എഴുതിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രജിസ്റ്ററിലെ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതിനു പുറമെയാണ് അവിടുത്തെ CCTV ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനും അടക്കം കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ കൂടി പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഡിജിറ്റൽ തെളിവുകൾ പരമാവധി ശേഖരിച്ചുകൊണ്ട് പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങൾക്ക് ബലം പകരുന്നതിനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്കൽ ഈ യുവതിയെ ഭീഷണിപ്പെടുത്തി ഈ സന്ദേശങ്ങൾ അയച്ചതിന് പിന്നാലെ യുവതിയെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ശബ്ദ സന്ദേശം ഉണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. യുവതി നൽകിയിരിക്കുന്ന സൂചനകൾ അനുസരിച്ചാണ് അവർ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ എന്നെ ഒരു തരത്തിലും നിങ്ങൾ എന്നെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ട്. അതിൻ്റെ കോൺഫിഡൻസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസ് കോടതിയിലെത്തിയാൽ എന്താകുമെന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതേസമയം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.